ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമുക്ക്. ഇത് പൊട്ടറ്റോ ചപ്പാത്തിക്ക് വേണ്ടി പൊട്ടറ്റോയും മുട്ടയും കൂടെ ചേർന്നിട്ടുള്ള കറിയാണ്. നേരം നമുക്ക് ആവശ്യമുള്ള പൊട്ടറ്റോ കുക്കറിനകത്ത് വേവിക്കുക. ഇത് ചപ്പാത്തിക്ക് ഞാൻ ഈ മത്തങ്ങ പംകിൻ്റെ പച്ചയാണ് വേവിക്കാത്ത, അതിനെ പേസ്റ്റ് ആക്കിയിട്ട് ആട്ടയും ഇതിൻ്റെ വീറ്റ് ഫ്ലോറും ഈ മത്തങ്ങയും കൂടെ ചേർന്നിട്ടുള്ള ചപ്പാത്തിയാണ്. അതിനകത്ത് ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ബീട്രൂട്ടിൻ്റെ സ്റ്റോക്ക് കാണും. ബീട്രൂട്ട് എനിക്ക് പിള്ളേർക്ക് ബീട്രൂട്ടിൻ്റെ സൂപ്പും ജ്യൂസും എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരല്പം ആശ്വാസമാണ് മനസ്സിന്. പിള്ളേർക്ക് ബ്ലഡിൻ്റെ കളറല്ലേ, അപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ കൂടും എന്നുള്ള ഒരു ഇതാണ്. ഇടയ്ക്കൊക്കെ ഞാനങ്ങ് കൊടുക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ ഇത് മുട്ടക്കറിക്കുള്ള ഇതാണ്. മുട്ടക്കറിക്ക് അറിയാമല്ലോ എന്തൊക്കെയാണെന്ന്. ചിലപ്പോഴൊക്കെ ഞാൻ ഈ നെല്ലിക്ക കുറേ വാങ്ങിച്ചിട്ട് ഇത് അത് അരിഞ്ഞ് ഫ്രീസറിനകത്തോട്ട് വെക്കും. ചിലപ്പോൾ നമുക്ക് താഴെ വെക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതങ്ങ് കറുത്തു പോകും. അത് കാരണം അത് നന്നായിട്ട് കഴുകി അരിഞ്ഞ് ഫ്രീസറിനകത്തോട്ട് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ നെല്ലിക്കയുടെ ജ്യൂസ് മാത്രമായിട്ട് കുടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ടും നെല്ലിക്കയും കൂടെ ചേർന്നിട്ട് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാറുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ പൊട്ടറ്റോ കറിയാണ്. പൊട്ടറ്റോയും മുട്ടയും കൂടെ ചേർന്നിട്ടുള്ള കറിയാണ്. അപ്പം അതിൻ്റെ മസാലയൊക്കെ അറിയാമല്ലോ. ഉള്ളി വഴറ്റുക, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ടൊമാറ്റോ, പിന്നെ മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഞാൻ വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഭംഗി ഒന്ന് കാണാനൊരു ഭംഗി വേണമല്ലോ എന്നോർത്ത് ആദ്യമേ അങ്ങ് കറിവേപ്പില ചേർത്തില്ല, അവസാനമായിട്ട് ചേർത്ത്. കുറച്ച് എരിവ് കൂടുതലായെന്നും തോന്നുന്നു. അന്നേരം ഞാനൊരു അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ വാഷിംഗ് മെഷീൻ്റെ പണി അലക്ക് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കുവാണ് ക്യാമറയിലോട്ട്. എന്നെങ്കിലും ഒന്ന് കാണണമല്ലോ, ഞാനാണ് ഈ വീഡിയോ ഇതെടുക്കുന്നത്. എന്നിട്ട് ഈ വാഷിംഗ് മെഷീൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ അടയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരും. അപ്പം അന്നേരം അവിടെ അതൊന്ന് തുടച്ച് അതിൻ്റെ ആ വളയം പോലെ ഇരിക്കുന്ന ആ സ്ഥലം, അതിലൊക്കെ ഈ അഴുക്ക് ഇങ്ങനെ കൂടിയിരിക്കും. അതൊക്കെ ഞാനൊന്ന് സമയം കിട്ടുമ്പോൾ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അഴുക്ക് കളയാറുണ്ട്. ഇത് ബീട്രൂട്ടിൻ്റെ സൂപ്പാണ്. ബീട്രൂട്ടും ബീട്രൂട്ടും അല്പം ഇഞ്ചിയും കൂടെ ചേർന്ന് തിളപ്പിച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ സൂപ്പാണ്. ഇതാ മത്തങ്ങയും പിന്നെ വീറ്റ് ഫ്ലവറും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഞാനൊരല്പം ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തു. ജീരകം നന്നായിട്ട് പൊടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തരി കാരണം നമ്മുടെ ചപ്പാത്തി പൊങ്ങത്തില്ല. ആവശ്യമുള്ളവർ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉള്ളി, മല്ലിയില അതെല്ലാം ചേർത്ത് ഈ പറാട്ട പോലെ, നമ്മുടെ ആലു പറാട്ട പോലെ ഈ മത്തങ്ങയുടെ പറാട്ട ഇങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഞാനിന്ന് അത് അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ആലു പറാട്ട ഉണ്ടാക്കിയതാണല്ലോ, അത് കാരണം ഞാനിത് മത്തങ്ങയുടെ ചപ്പാത്തി പോലെ ഉണ്ടാക്കി. ഏതോ എൻ്റെ കയ്യിൽ ഗീ തീർന്നത് കാരണം ഞാൻ ഒലിവ് ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ട്, ഒലിവ് ഓയിലാണ് ഞാനിപ്പം അത് ഒഴിച്ചത്. പറാത്ത പോലെ ഉണ്ടാക്കിയില്ല, എന്നാലും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരല്പം ഒലിവ് ഓയിൽ അതിൻ്റെ മേളിൽ കൂടെ ഒന്നിങ്ങനെ ഒഴിച്ചു, ഒരല്പം ഒരു സ്പൂൺ ഇങ്ങനെ, ഒത്തിരി ഹാർഡായിട്ട് പോകാണ്ടിരിക്കാൻ. ഇത് നന്നായിട്ട് കുഴയ്ക്കണം. നന്നായിട്ട് കുഴച്ചാലേ അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആകത്തുള്ളൂ എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് വന്നു. ഇത് ബീട്രൂട്ടും നെല്ലിക്കയും കൂടെ ചേർന്നിട്ടുള്ള ജ്യൂസാണ്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമാണ് അവർക്ക്. അപ്പം ഇത് മത്തങ്ങ ചേർന്നിട്ടുള്ള ചപ്പാത്തി,
ബീട്രൂട്ടിൻ്റെ സൂപ്പ്, പിന്നെ ബീട്രൂട്ടും നെല്ലിക്കയും ചേർന്നിട്ടുള്ള ജ്യൂസ്, പിന്നെ ഇതെന്തുവാ, ഇത് പൊട്ടറ്റോ ആൻഡ് മുട്ടക്കറി. അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ഇവിടെ ചില മോന് ഇങ്ങനെ ഇഷ്ടമല്ല, എന്നാലും ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം. ഇത് ഞാൻ ഒഴിക്കാതെയാണ് ചെയ്യുന്നത്.